എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിവസങ്ങളും അത്തരത്തിലായിത്തീരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ കൊച്ചുകുട്ടികളാകട്ടെ പ്രായഭേദമന്യേ എല്ലാവർക്കും എന്തെങ്കിലും തരത്തിൽ അത്തരത്തിൽ അസുഖവും തുടർ ചികിത്സയും ആജീവനാന്ത ചികിത്സയും മരുന്നും കടവും കടക്കണിയും ബാധ്യതയൊക്കെ ഏറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ കാരണവും നിവാരണത്തെക്കുറിച്ച് പല വീഡിയോസും ചെയ്തിട്ടുള്ളതാണ്. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും അത്തരം അനുബന്ധിച്ച കാര്യങ്ങളും ഇവിടെ പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. ഇതിൻ്റെ പ്രധാന കാരണം ശരിയായ രീതിയിൽ ഫുഡ്, അതായത് ആധുനിക മനുഷ്യൻ്റെ ഫുഡ് കഴിക്കാൻ സമയമില്ല, പ്രിപ്പറേഷനും അതോടൊപ്പം ജങ്ക് ഫുഡ്, ബേക്കറി സാധനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സുകളാകട്ടെ, ഇതെല്ലാം നമ്മളുടെ ആരോഗ്യത്തെ വളരെയധികം ഹാനികരമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രോട്ടീൻ്റെ അംശം, അതുപോലെ തന്നെ സ്റ്റാർച്ച്, വൈറ്റമിൻസ്, മിനറൽസ്, മൈക്രോന്യൂട്രിയൻസ്, മാക്രോന്യൂട്രിയൻസ്, ഒമേഗ 3 എന്നിവ ഉൾപ്പെട്ടുകൊണ്ടുള്ള ആവശ്യത്തിന് പെട്ടുകൊണ്ടുള്ള ഒരു ഭക്ഷണക്രമം നമ്മൾ ഡെയിലി റൊട്ടീനിൽ കഴിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഉറക്കം ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ വളരെ കുറഞ്ഞിട്ടുള്ളതും വേണ്ട സമയത്ത് ഉറങ്ങാതിരിക്കുകയും ലേറ്റായിട്ട് കിടന്നുകൊണ്ട് ലേറ്റായിട്ട് എണീക്കേണ്ടി വരിക, ശരിയായ ഒരു ഡീപ്പ് സ്ലീപ്പ് ബോഡിക്ക് കിട്ടാതെ വരിക, ഓർഗൻസിന് റെസ്റ്റ് ആൻഡ് റിലാക്സേഷനും സെൽസുകൾക്ക് റിപ്പയർ വർക്കും റീജനറേറ്റും ചെയ്തുകൊണ്ട് നല്ലൊരു സൗണ്ട് സ്ലീപ്പ് ഓരോ ഹ്യൂമൻ ബോഡിക്കും ഇന്നത്തെ മനുഷ്യൻ്റെ തിരക്ക് പിടിച്ച ജീവിത രീതി കൊണ്ട് പറ്റുന്നില്ല. അതും അസുഖത്തിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെൻ്റൽ റിലാക്സേഷൻ. ഇന്നത്തെ ആധുനിക മനുഷ്യന് എല്ലാത്തിനും തിരക്കാണ്, സമയക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി വൈകി കിടക്കുകയും അത് വേണ്ട രീതിയിലൊരു മെൻ്റൽ റിലാക്സേഷന് വേണ്ടി സമയം കണ്ടെത്താൻ സാഹചര്യങ്ങളില്ലാത്തതും അതിനുവേണ്ടി സമയം കണ്ടെത്താത്തതും അസുഖങ്ങളിലേക്ക് വഴിതെളിക്കാറുണ്ട്. പിന്നെ അടുത്തതായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പം വീട്ടിൽ നിന്നാണെങ്കിലും ഓഫീസിലേക്കാകട്ടെ, പഠിക്കാൻ പോകുന്നത് കോളേജിലാകട്ടെ, കുട്ടികളാകട്ടെ, പർച്ചേസിംഗ് ആകട്ടെ, വീട് തൊട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് വാഹനത്തിൽ പോകുന്നു, അല്ലെങ്കിൽ പബ്ലിക് വാഹനം ഉപയോഗിക്കുന്നു. അപ്പോൾ നടത്തം പോലും കുറഞ്ഞിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കാണുമ്പോഴാണ് കുറച്ച് നടക്കാനെങ്കിലും ഉപദേശം കിട്ടുകയും ആ ഉപദേശത്തിൻ്റെ ഫലമായിട്ടാണ് അത്തരം കാര്യങ്ങളെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ആധുനിക മനുഷ്യന് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതും അസുഖങ്ങളിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നടത്തമാണെങ്കിൽ തന്നെ ലോവർ ബോഡി മാത്രമാണ് ആക്ടിവിറ്റീസ് ആവുന്നത്. ലോവർ ബോഡി ഉണ്ട്, കോർ പോർഷൻ ഉണ്ട്, അപ്പർ ബോഡി ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ബോഡിക്ക് വേണ്ട രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുത്തെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ സെൽസുകളിലേക്ക് ബ്ലഡ് സർക്കുലേഷനും അതുപോലെ നല്ല എനർജറ്റിക് ആയിട്ട് ആക്ടിവിറ്റീസ് മുഖേന ആക്റ്റീവായിട്ട് എല്ലാ ഓർഗൻസും വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കുറഞ്ഞിരിക്കുന്നതും പല രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. ഇന്നത്തെ ആധുനിക മനുഷ്യൻ പെട്ടെന്നാണ് ക്രിട്ടിക്കൽ ഇൽനസ്, അതായത് മാരക രോഗങ്ങളിലേക്ക് അനലൈസ് ചെയ്യപ്പെടുക, തുടർ ചികിത്സയ്ക്ക് വിധേയമായി വേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും പരിഹാരം എന്നുള്ള നിലക്ക് നമ്മൾ ഫുഡിൽ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫുഡ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, അതുപോലെ തന്നെ സ്റ്റാർച്ചിൻ്റെ അനുപാതം രോഗാവസ്ഥയുമായി, പ്രമേഹമായിട്ടും മറ്റു അസുഖവുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അതിനുപരിയായിട്ട് അതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യുന്ന അത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റാർച്ച് കൺട്രോൾ ചെയ്തുകൊണ്ട് മറ്റ് ഡെയിലി പ്രോട്ടീൻ, അതുപോലെ തന്നെ റോ വെജിറ്റബിൾസ്, കുക്ക്ഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ പെടുത്തിക്കൊണ്ട് ഒരു സമീകൃത ഫുഡ് കഴിക്കാൻ ശ്രമിച്ചാൽ തന്നെ ഒരുവിധ അസുഖങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ മെൻ്റൽ റിലാക്സേഷൻ, എന്തെങ്കിലും മാനസിക ഉല്ലാസം നൽകുന്നതായ ഓരോരുത്തരുടെയും ഹാബിറ്റിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചുമുള്ള പാട്ട് അല്ലെങ്കിൽ സംഗീതം, മറ്റ് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രാണായാമം, മെഡിറ്റേഷൻ, പ്രെയർ, അത്തരത്തിലുള്ള കാര്യങ്ങളും പെടുത്തിക്കൊണ്ട് മെൻ്റൽ റിലാക്സേഷന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം കുറച്ച് എക്സസൈസ്, യോഗ അല്ലെങ്കിൽ നടത്തം, ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസും കൂടിയും പെടുത്തിക്കൊണ്ട് നല്ലൊരു ആരോഗ്യപരമായ വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒപ്റ്റിമം വെൽനസ് 2NOV24 എന്ന ഈ ചാനലിലൂടെ മറ്റു കാര്യങ്ങളും ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഇതിനോടനുബന്ധമായ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. ബാബു പണിക്കശ്ശേരി എന്ന ചാനലും ഒപ്റ്റിമം വെൽനസ് 2NOV24 എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിലൊരു കുടുംബജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.